ആധുനിക നഴ്സിംഗിൻ്റെ ഉപജ്ഞാതാവായ ഫ്ലോറൻസ് നൈറ്റിംഗേൽ 1854 ക്രീമിയൻ യുദ്ധകാലത്ത് യുദ്ധത്തിൽ പരിക്കുപറ്റിയവരെ അവരുടെ ഗുരുതരാവസ്ഥ അനുസരിച്ച് വിവിധ വിഭാഗങ്ങളിലായി വേർതിരിച്ച് പരിചരണം ആരംഭിച്ചു. തീവ്ര പരിചരണ വിഭാഗവും അതല്ലാത്ത പരിചരണ വിഭാഗവും. തീവ്ര പരിചരണ വിഭാഗത്തിൻ്റെ സ്റ്റെതസ്കോപ്പ് കാഴ്ചകളുമായി വീണ്ടും തുടരാം. ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ടതും പലപ്പോഴുമായി ചെയ്യേണ്ടി വരുന്നതുമായ രണ്ട് പ്രൊസീജിയേഴ്സാണ്, രണ്ട് പ്രക്രിയകളാണ്. ഒന്ന് ഇൻറ്റ്യൂബേഷൻ ആൻഡ് വെന്റിലേഷൻ, പിന്നെ ഒന്ന് ട്രക്കിയോസ്റ്റമി. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത് ഡോക്ടർ സജിത്ത്, ഇൻറ്റൻസീവിസ്റ്റാണ്. ഡോക്ടർ, ഏതൊക്കെ കേസുകളിലാണ് നമുക്ക് ഇൻറ്റ്യൂബേറ്റ് ചെയ്യേണ്ടി വരിക പേഷ്യൻറ്റിനെ? പേഷ്യൻറ്റിനെ ഇൻറ്റ്യൂബേറ്റ് ചെയ്യാനുള്ള ഏറ്റവും വലിയ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് സ്വന്തമായി ശ്വാസം എടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. അല്ലെങ്കിൽ രണ്ടാമത്തേത്, സ്വന്തമായി ശ്വാസം എടുക്കാൻ പറ്റുന്ന പേഷ്യൻറ്റിന് സ്വന്തമായി ഓക്സിജനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ. സ്വന്തമായി ശ്വാസം എടുക്കാൻ പറ്റാത്ത പേഷ്യൻ്റ് എന്ന് വെച്ചാൽ ബോധം കുറഞ്ഞ പേഷ്യൻ്റ്, ഒരു ആക്സിഡൻറ്റ് കഴിഞ്ഞ് വരുന്നതോ അല്ലെങ്കിൽ തലച്ചോറിൽ രക്തസ്രാവം ഉണ്ടായി വന്ന പേഷ്യൻറ്റോ അല്ലെ എന്തെങ്കിലും മരുന്നിൻ്റെ ഓവർഡോസ് കൊണ്ട് വരുന്ന പേഷ്യൻസ്, അങ്ങനെയുള്ള പേഷ്യൻസിന് ബോധം ഉണ്ടാവില്ല, അവർക്ക് ശ്വാസം എടുക്കാൻ പറ്റില്ല, അവരുടെ അപ്പർ എയർവേ ബ്ലോക്ക് ഉണ്ടാവും, അതായത് ടങ് ഫോൾ കൊണ്ട് ശ്വാസം അകത്തേക്ക് എത്തില്ല, അതുമാതിരിയുള്ള പേഷ്യൻസ്. പിന്നെ ശ്വാസം എടുക്കാൻ പറ്റുന്ന പക്ഷേ ഓക്സിജനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാത്ത പേഷ്യൻസ്, അതായത് ലങ്സിന് കാര്യമായ ഡിസീസ് ഉള്ള ന്യൂമോണിയ, ARDS, അല്ലെങ്കിൽ സിവിയർ പൾമണറി എഡീമ, അല്ലെങ്കിൽ സിവിയർ ഹാർട്ട് ഫെയിലിയർ, ഇങ്ങനെയുള്ള പേഷ്യൻസിന് ഓക്സിജനേഷൻ ലങ്സിൻ്റെ പ്രോബ്ലം കൊണ്ടോ അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ പ്രോബ്ലം കൊണ്ടോ അഡിക്വേറ്റ് ഓക്സിജനേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല, അതുമാതിരിയുള്ള പേഷ്യൻസിനും വെന്റിലേഷൻ്റെ ആവശ്യം വരും. ഇനി ആ വെന്റിലേഷൻ ചെയ്യുന്ന പ്രക്രിയ, ഇൻറ്റ്യൂബേറ്റ് ട്യൂബ് കടത്തുന്നതും അത് എങ്ങനെയാണ് വെന്റിലേറ്റർ ഘടിപ്പിക്കുന്നതുമായുള്ള പ്രക്രിയയെക്കുറിച്ചൊന്ന് ചുരുക്കി പറയാമോ? വെന്റിലേഷൻ ചെയ്യാൻ വേണ്ടി ഇതാണൊരു വെന്റിലേറ്റർ. ഈ മെഷീനെ പേഷ്യൻറ്റുമായി കണക്ട് ചെയ്യണം. പേഷ്യൻ്റെ ലങ്സിലോട്ട് ഒരു കണക്ഷൻ വേണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്നത് ഒന്നിക്ക് പേഷ്യൻ്റ് ഒരു മാസ്ക് വെച്ചിട്ട് വെന്റിലേറ്ററിൽ കണക്ട് ചെയ്യാം. അത് നോൺ ഇൻവേസീവ് വെന്റിലേഷൻ എന്ന് പറയും. നോൺ ഇൻവേസീവ് വെന്റിലേറ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ പേഷ്യൻ്റ് കോൺഷ്യസ് ആയിരിക്കണം. പേഷ്യൻറ്റിന് സ്വന്തമായി ബ്രീത്ത് ചെയ്യാനും കോഫ് ചെയ്യാനും പേഷ്യൻ്റെ സെക്രീഷൻസ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റണം. കോമൺലി അത് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് എൻഡോട്രക്കിൽ ട്യൂബ് എന്ന് പറയുന്ന ഈ ട്യൂബ്, അതായത് എൻഡോട്രക്കിൽ ട്യൂബ് എന്ന് പറയുന്ന ഈ ട്യൂബ് പേഷ്യൻറ്റിൻ്റെ ട്രക്കിയയിലൂടെ ലാരിങ്സ് കടത്തിയിട്ട്, അതായത് ലാരിങ്സ് കടത്തിയിട്ട് ഇട്ടിട്ട് ഇതിനെ വെന്റിലേറ്ററോട് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എൻഡോട്രക്കിൽ ട്യൂബ് ഇൻറ്റ്യൂബേറ്റ് ചെയ്യുന്നത്, അതായത് നമ്മൾ സാധാരണ പേഷ്യൻസിനോട് പറയുന്ന തൊണ്ടയിലൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് വെന്റിലേറ്ററിൽ വെക്കും എന്ന് പറയുന്ന പ്രക്രിയ ചെയ്യുന്നത് പിന്നെ ലാരിഞ്ചോസ്കോപ്പ് എന്ന ഈ ഉപകരണം ഉപയോഗിച്ചിട്ട് പേഷ്യൻറ്റിൻ്റെ, ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻറ്റ്യൂബേറ്റ് ചെയ്തൊരു പേഷ്യൻ്റാണ്, നമ്മളിപ്പം ട്രക്കിയോസ്റ്റമിക്ക് വേണ്ടി ഈ ട്യൂബ് നമുക്ക് പുറത്തെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ പുറത്തെടുക്കാൻ വേണ്ടി നമ്മൾ ലാരിഞ്ചോസ്കോപ്പ് ഉപയോഗിച്ച് ട്യൂബ് വലിക്കുന്നതായിരിക്കും. നമ്മുടെ ശ്വാസനാളത്തിലും വായ്ക്കകത്തുമുള്ള സെക്രീഷൻസ് വലിച്ചെടുക്കുന്ന സക്ഷൻ എന്ന പ്രക്രിയയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു യന്ത്രത്തിൻ്റെ സഹായത്തോടുകൂടി ഇതിനകത്തുള്ള സെക്രീഷൻസൊക്കെ സക്ക് ചെയ്തെടുത്തുകൊണ്ടിരിക്കുന്നു. ലാരിഞ്ചോസ്കോപ്പ് ഉപയോഗിച്ച് നമ്മൾ പേഷ്യൻ്റെ ലാരിങ്സും വോക്കൽ കോർഡ്സും വിഷ്വലൈസ് ചെയ്ത് കണ്ടതിന് ശേഷം ഈ ട്യൂബ്, ഇപ്പോൾ ഞാൻ ട്യൂബ് എടുക്കാൻ പോവുകയാണ്, ട്യൂബ് ഇടുന്നതും സെയിം പ്രക്രിയയാണ്. ട്യൂബ് കുറച്ച് പുറകോട്ട് വലിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ട്യൂബ് ഞാൻ കണ്ടുകൊണ്ട് തന്നെ കുറച്ച് പുറകോട്ട് വലിക്കുന്നതായിരിക്കും. ഈ ട്യൂബ് യഥാസ്ഥാനത്ത് തന്നെ നിർത്താൻ വേണ്ടിയിട്ട് ട്യൂബിൻ്റെ അറ്റത്ത് ഒരു ബൾബ് ഉണ്ടാവും അല്ലേ? ആ ട്യൂബിൻ്റെ അറ്റത്ത് ഒരു ബൾബ് ഉണ്ടായിരിക്കുന്നതാണ്. അതിൽ നമ്മൾ എയർ നിറയ്ക്കുമ്പോൾ ആ ട്യൂബ് അവിടെ ബൾബ് അവിടെ തന്നെ ഫിറ്റ് ആയി. അതിൻ്റെ വേറൊരു ഇമ്പോർട്ടൻസ് എന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ശ്വാസം പുറത്തോട്ട് വരാതിരിക്കാനും മുകളിൽ നിന്ന് സെക്രീഷൻസ് താഴോട്ട് പോകാതിരിക്കാനും ആ ബൾബ് സഹായിക്കും. അതുകൊണ്ടാണ് ബൾബ് ഡീഫ്ലേറ്റ് ചെയ്യുന്നതിന് മുമ്പ്, ബൾബ് ചുരുക്കുന്നതിന് മുമ്പ് ഞാൻ സെക്ഷൻ ചെയ്തത്. ശരി, 6
ട്യൂബ് എപ്പോഴും നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കാറുണ്ട്. ഒന്നിക്കൽ ഇങ്ങനെ ടൈസ് ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ പ്ലാസ്റ്റർ ഉപയോഗിച്ചിട്ടോ അനങ്ങി പോകാത്ത തരത്തിൽ ഫിക്സ് ചെയ്ത് വെക്കാറുണ്ട്. വ്യക്തികളുടെ ശ്വാസനാളിയുടെയോ അല്ലെങ്കിൽ അതിൻ്റെ സൈസ് അനുസരിച്ച് നമ്മൾ ട്യൂബിൻ്റെ സൈസ് പലവിധ സൈസുകളുണ്ട്. സാധാരണ ഒരു മെയിൽ അഡൽട്ട്, അതായത് ഒരു അഡൽട്ടായ ഒരു പുരുഷന് 8 മുതൽ 9 വരെയുള്ള സൈസുകളും അഡൽട്ടായ ഒരു സ്ത്രീക്ക് 7 മുതൽ 8 വരെയുള്ള സൈസുകളുമാണ് ഉപയോഗിക്കാറ്. ഈ ഇൻറ്റുബേഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ പേഷ്യൻറ്റിനെ കംപ്ലീറ്റായി മയക്കിയിരിക്കും. അതായത് പേഷ്യൻറ്റിന് ഓർമ്മയും വേദന ഇല്ലാതെ ഇരിക്കാനുള്ള മരുന്നുകൾ, അതായത് പ്രോപ്പർഫോൾ, ഫെൻറ്റനിൽ മുതലായ മരുന്നുകളും പേഷ്യൻ്റ് ഇളകാതിരിക്കാൻ വേണ്ടി മസിൽ റിലാക്സൻസും കൊടുത്തതിന് ശേഷം കംപ്ലീറ്റായി അനസ്തറ്റൈസ് ചെയ്ത ശേഷമാണ് ട്യൂബ് ഇടുന്നത്. ഈ ട്യൂബ് ഫിക്സ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും കെയർഫുള്ളായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം ട്യൂബ് ഇളകിപ്പോയാൽ പേഷ്യൻ്റെ ജീവൻ വരെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഈ അകത്ത് കടത്തിയ ട്യൂബ് വെന്റിലേറ്ററുമായി ഘടിപ്പിക്കുന്നു. ഈ വെന്റിലേറ്റർ എന്ന് പറയുന്നത് നമുക്ക് കൃത്രിമമായി ഓക്സിജൻ കിട്ടാനുള്ളൊരു യന്ത്രമാണ്. വെന്റിലേറ്ററിനെ കുറിച്ചൊന്ന് പറയാം. വെന്റിലേറ്റർ എന്ന് പറയുമ്പോൾ ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ വെന്റിലേറ്റർ ഒരു പമ്പാണ്. അതായത് ഓക്സിജൻ എയർ മിശ്രിതം പേഷ്യൻറ്റിൻ്റെ ലങ്സിലോട്ട് എത്തിക്കാനുള്ള ഒരു പമ്പാണ്. സ്വന്തമായി ശ്വാസം എടുക്കാൻ പറ്റാതെ റെസ്പിറേറ്ററി ഫെയിലിയർ, അതായത് നമ്മുടെ റെസ്പിറേറ്ററി മസിൽസിൻ്റെ ഫെയിലിയർ കാരണം ശ്വാസം അകത്തോട്ട് എടുക്കാൻ പറ്റാതിരിക്കുന്ന അവസ്ഥയിൽ ആ ജോലി ഏറ്റെടുക്കുന്ന ഒരു പമ്പാണ് വെന്റിലേറ്റർ. പേഷ്യൻ്റ് ശ്വാസം എടുത്തു കഴിഞ്ഞാൽ എത്ര പ്രഷർ ബാക്കി വെക്കണം മുതലായ 3-4 കാര്യങ്ങളും സെറ്റ് ചെയ്യാനുള്ള സെറ്റിങ്സ് വെന്റിലേറ്ററിലുണ്ടാവും. പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ വെക്കുക എന്ന് വെച്ചത് പേഷ്യൻ്റ് ഒരു സപ്പോർട്ട്, ഒരു ലൈഫ് സപ്പോർട്ട് മാത്രമാണ്. അതായത് പേഷ്യൻറ്റിൻ്റെ രോഗാവസ്ഥയുടെ ചികിത്സയല്ല. ന്യൂമോണിയായി വന്നൊരു പേഷ്യൻറ്റിനെ നമ്മൾ വെന്റിലേറ്ററിൽ വെക്കുന്നതും ഹാർട്ട് ഫെയിലിയറായി വന്ന പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ വെക്കുന്നതും തലച്ചോറിൽ ബ്ലീഡ് വന്ന പേഷ്യൻറ്റിനെ വെന്റിലേറ്ററിൽ വെക്കുന്നതും ആ രോഗത്തിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ല. പേഷ്യൻറ്റിൻ്റെ റെസ്പിറേറ്ററി മസിൽസിൻ്റെയും ലങ്സിൻ്റെയും ഫങ്ഷൻ കുറച്ചെങ്കിലും വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കൂടി മെയിൻറ്റെയിൻ ചെയ്ത് രോഗം മാറാനുള്ള ചികിത്സ ഫലിക്കാനുള്ള സമയം പേഷ്യൻ്റ് അനുവദിക്കുക. അതായത് ഒരു ലൈഫ് സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് വെന്റിലേറ്ററിൻ്റെ പരമായ ധർമ്മം. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു സംശയമുണ്ട്, വെന്റിലേറ്ററിൽ ഒരു രോഗി ആയിക്കഴിഞ്ഞാൽ പിന്നെ അയാൾ അത് ജീവിതാവസാനമാണ്, അല്ലെങ്കിൽ ഒരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല എന്നൊക്കെ തരത്തിലുള്ള. ഇത് എത്രത്തോളം ശരിയാണ് ഡോക്ടർ? വെന്റിലേറ്റർ എന്ന് പറയുന്നത് ഒരു എൻഡ് ഓഫ് ലൈഫ് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ. ഒരിക്കലുമല്ല. വെന്റിലേറ്റർ ഒരു ഭയാനകമായ സംഭവമാണ്. ഒരു സാധാരണ രോഗിക്കും അവരുടെ ബന്ധുക്കൾക്കും ഭയവും അതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നൊരു സംഭവമാണ് വെന്റിലേറ്റർ. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം രോഗികളുടെ ജീവൻ രക്ഷിക്കാൻ ഞങ്ങളെ ഏറ്റവും അധികം സഹായിക്കുന്ന മെഷീനറികളിൽ ഒന്നാണ് വെന്റിലേറ്റർ. പുറമേ നിന്ന് ശ്വാസനാളത്തിലേക്ക് നേരിട്ട് ഒരു തുള വഴി ശ്വാസം കടത്തിവിടുന്ന ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്ന ഒരു പ്രക്രിയയാണ്. അതും ICUവിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. അത്തരം കാഴ്ചകൾ കാണാം. ഈ പേഷ്യൻ്റെ ട്യൂബ് നമ്മൾ ഇട്ടിരിക്കുന്നത് 7 സൈസ് ട്യൂബാണ്. അത് ഒരു എമർജൻസി ഘട്ടത്തിൽ ചെറിയൊരു ട്യൂബ് ഇട്ടതായിരുന്നു. ഇപ്പോൾ ട്രക്കിയോസ്റ്റമി ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ബ്രോങ്കോസ്കോപ്പ് പാസ് ചെയ്തിട്ടാണ്, അതായത് ട്യൂബിൻ്റെ അകത്തൂടെ ബ്രോങ്കസിനെ വിഷ്വലൈസ് ചെയ്ത് കണ്ടുകൊണ്ടാണ് ഞങ്ങൾ ട്രക്കിയോസ്റ്റമി ചെയ്യാറ്. അപ്പോൾ അതിനുവേണ്ടി ഞങ്ങൾക്ക് ഒരു 7.5 സൈസ് ട്യൂബെങ്കിലും വേണം. അതുകൊണ്ട് ഈ പേഷ്യൻ്റെ ട്യൂബ് ഇപ്പോൾ അത്യാവശ്യമായി ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. സേഫായി ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇത്. ഇതിനെ ട്യൂബ് എക്സ്ചേഞ്ചർ എന്ന് പറയും. ഇത് ഉള്ള ട്യൂബിൻ്റെ അകത്തൂടെ ഇട്ടിട്ട് പേഷ്യൻ്റെ ലാരിങ്സിലോട്ട് ഇട്ടതിന് ശേഷം ഉള്ള ട്യൂബ് വലിച്ചു മാറ്റി ഇതിൻ്റെ മുകളിലൂടെ അടുത്ത ട്യൂബ് പാസ് ചെയ്യുന്ന പ്രക്രിയയാണ് ട്യൂബ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മൾ ചെയ്യുന്നതായിരിക്കും. മാറ്റിയതിന് ശേഷം അകത്തന്നെ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നമ്മൾ 2 ഭാഗത്തും ഓസ്കൾട്ടേറ്റ് ചെയ്ത് നോക്കി
വെന്റിലേറ്ററിലെ ഗ്രാഫിക്സ് കണ്ടു, പിന്നെ സാച്ചുറേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് വെച്ച് ട്യൂബ് അകത്താണെന്ന് നമ്മൾ ഉറപ്പുവരുത്തിയിരിക്കും. ട്രക്കിയോസ്റ്റമി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? ട്രക്കിയോസ്റ്റമി എന്ന് വെച്ചാൽ നമ്മൾ ട്രക്കിയയിലോട്ട്, അതായത് ഈ ട്യൂബ് എൻഡോട്രക്കിയൽ ട്യൂബ് എന്ന് പറയുന്ന ഈ ട്യൂബ് നമ്മൾ വായിലൂടെ ലാരിങ്സിലൂടെ, അതായത് സൗണ്ട് ബോക്സിലൂടെ താഴോട്ട് ട്രക്കിയയിലോട്ടാണ് ഇടുന്നത്. ഈ ട്യൂബ് ലോങ് ടേം ആയി വെക്കാൻ പറ്റില്ല. ലാരിങ്സിലൂടെ പാസ് ചെയ്യുന്ന ട്യൂബ് ആയതുകൊണ്ട് പേഷ്യൻറ്റിന് സെഡേഷൻ നല്ലോണം വേണ്ടി വരും. പേഷ്യൻറ്റിന് വായി എപ്പോഴും ഓക്യുപ്പൈഡ് ആയിരിക്കും മുതലായ കുറേ പ്രശ്നങ്ങൾ ഇതിനുള്ളതുകൊണ്ട് കുറച്ച് കാലം, അതായത് 1-2 ആഴ്ചയിൽ കൂടുതൽ വെന്റിലേഷൻ വേണ്ടിവരുമെന്ന് വിചാരിക്കുന്ന പേഷ്യൻസിന് നമ്മൾ ട്രക്കിയോസ്റ്റമി ചെയ്യും. ട്രക്കിയോസ്റ്റമി എന്ന് വെച്ചാൽ ട്രക്കിയയിൽ ഡയറക്റ്റായിട്ട്, അതായത് ശ്വാസനാളത്തിൽ ഡയറക്റ്റായി ഒരു ഹോൾ ഉണ്ടാക്കിയിട്ട് ചെറിയൊരു ട്യൂബ് കാണിക്കും, ചെറിയൊരു ട്യൂബ് നമ്മൾ ഡയറക്റ്റ്ലി ട്രക്കിയയിലോട്ട് ഇടും. ആ പ്രൊസീജിയറിനെയാണ് ട്രക്കിയോസ്റ്റമി എന്ന് പറയുന്നത്. 2 തരത്തിൽ ട്രക്കിയോസ്റ്റമി ചെയ്യാം. ഒന്ന് സർജിക്കൽ, അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി പേഷ്യൻറ്റിനെ കംപ്ലീറ്റ്ലി അനസ്തറ്റൈസ് ചെയ്ത് ഇൻസിഷൻ ഇട്ടിട്ട് അണ്ടർ വിഷൻ ട്രക്കിയോസ്റ്റമി ചെയ്യാം. ഡയറക്റ്റ്ലി മുകളിലൂടെ, ട്രക്കിയൻ്റെ മുകളിലൂടെ ഒരു നീഡിലിട്ടിട്ട് അതിൻ്റെ അകത്തൂടെ ഒരു ഗൈഡ് വയർ പാസ് ചെയ്ത് അതിൻ്റെ മുകളിലൂടെ ട്രക്കിയോസ്റ്റമി ഇടുന്നൊരു പ്രക്രിയയാണ് ട്രക്കിയോസ്റ്റമി, പെർക്യൂട്ടേനിയസ് ട്രക്കിയോസ്റ്റമി. ആ പ്രൊസീജിയറാണ് ഇപ്പോൾ ഡോക്ടർ വിനീത് ചെയ്യാൻ പോകുന്നത്. ഇതും ഒരു കംപ്ലീറ്റ്ലി സ്റ്റെറൈൽ, അതായത് പേഷ്യൻറ്റ് ക്ലീനിങ് ഡ്രേപ്പിംഗ് എല്ലാം ഒരു സർജിക്കൽ പ്രൊസീജിയറിന് ചെയ്യുന്ന മാതിരി ഡോക്ടർ വിനീതും ഫുള്ളി ഗൗണൊക്കെ ഇട്ട് സ്റ്റെറൈലായിട്ടാണ് ഈ പ്രൊസീജിയർ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഒരു നീഡിൽ ഡയറക്റ്റ്ലി ട്രക്കിയൻ്റെ അകത്തോട്ട് പാസ് ചെയ്യുന്നു. ട്രക്കിയൻ്റെ അകത്ത് പാസ് ചെയ്ത് കഴിഞ്ഞിട്ട് അകത്താണോ എന്ന് നോക്കാൻ വേണ്ടി എയർ, അതായത് ശ്വാസനാളത്തിലുള്ള എയർ ആസ്പിറേറ്റ് ചെയ്ത് നോക്കുന്നു, ബബിൾസ് കാണാം. അത് കഴിഞ്ഞിട്ട് ഒരു വയർ ഡയറക്റ്റ്ലി ഇതിൻ്റെ അകത്തോട്ട് പാസ് ചെയ്യുന്നതായിരിക്കും, ട്രക്കിയൻ്റെ അകത്തോട്ട്. ബ്രോങ്കോസ്കോപ്പ് എന്ന ഈ ഉപകരണം നമ്മൾ ട്രക്കിയൽ ട്യൂബിലൂടെ അകത്ത് ട്രക്കിയയിലോട്ട് പാസ് ചെയ്യുകയും അതിൻ്റെ സ്ക്രീനിൽ വയർ വിഷ്വലൈസ് ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. വയറിട്ടതിന് ശേഷം നമ്മൾ ഇതിലൊരു ട്രാക്ക് ഡയലേറ്റ് ചെയ്തിട്ട്, ഈ സിംഗിൾ ഡയലേറ്റർ ഉപയോഗിച്ച് ഒരു ട്രാക്ക് ഡയലേറ്റ് ചെയ്തതിന് ശേഷം ഒരു ട്യൂബ് പാസ് ചെയ്യാനുള്ളൊരു ഡയലേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതിനുശേഷം ട്രക്കിയോസ്റ്റമി ട്യൂബ് എന്ന് പറയുന്ന ട്യൂബ് ഡയറക്റ്റ്ലി ഇതിൻ്റെ മുകളിലൂടെ ഇടുകയാണ് ചെയ്യുക. സർജിക്കൽ ട്രക്കിയോസ്റ്റമിനേക്കാളും കുറച്ച് ഗുണങ്ങൾ പെർക്യൂട്ടേനിയസ് ട്രക്കിയോസ്റ്റമിക്ക് ഉണ്ട്. ഒന്ന്, ICU തന്നെ ചെയ്യാൻ പറ്റും, പേഷ്യൻറ്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഒരു സർജിക്കൽ പ്രൊസീജിയർ അല്ലാത്തതുകൊണ്ട് ബ്ലീഡിങ്ങിൻ്റെ ചാൻസസ് പൊതുവേ കുറവാണ്. അതുമാതിരി പെട്ടെന്ന് ഹീൽ ചെയ്യുന്നതും സ്കാറിങ് കുറച്ച് കുറവുമായിരിക്കും.